സൂറത്തുൽ അഅല നമ്മളധിക പേർക്കും മനഃപ്പാഠമുള്ള സൂറത്താണ്. വെള്ളിയാഴ്ചകളിലും മറ്റുമൊക്കെ നമസ്കാരത്തിൽ ഓതാറുള്ള സൂറത്താണ് സൂറത്തുൽ അഅല. എല്ലാവരും മുസ്ഹഫിൽ നോക്കുക. ഇന്ന് ഞാൻ പ്രത്യേകം സ്വീകരിക്കുന്ന ഒരു രീതി, ഓരോ ആയത്തിൻ്റെ മുമ്പും ആ ആയത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളൊന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് പാരായണം തുടങ്ങുക എന്നതാണ്. ആദ്യമായി ശ്രദ്ധിക്കുക, എല്ലാവരും ഖുർആനിൽ നോക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശ്രദ്ധിക്കേണ്ട കാര്യം, സബ്ബിഹിസ്മ റബ്ബിക, റബ്ബിക എന്ന റായിനെ തഫ്ഖീം ചെയ്യണം. അതുപോലെ റബ്ബിക്കൽ അഅല, ഐന് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അഅല അഅല എന്നായി ഇപ്പോൾ അഅല. സബ്ബിഹ് ഇസ്മ എന്നായിരുന്നു. വസ്ലിൻ്റെ ഹംസയുടെ നിയമം നാം സൂചിപ്പിച്ച് കഴിഞ്ഞതാണ്. ചേർത്ത് വായിക്കുമ്പോൾ വസ്ലിൻ്റെ ഹംസ ഉച്ചാരണത്തിൽ നിന്നും കളയപ്പെടും എന്നത്. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല. അടുത്ത വചനം ആരംഭിക്കുന്നത് വസ്ലിൻ്റെ ഹംസ കൊണ്ടാണ്. അല്ലദീ ഖലഖ. അത് ഒന്നാമത്തെ ആയത്തുമായി ചേർത്ത് ഓതുകയാണെങ്കിൽ ഉച്ചാരണത്തിൽ നിന്നും കളയണം എന്നതാണ് നിയമം. ഏതുപോലെ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വ. ഒരു കാരണവശാലും സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ എന്ന് ഓതരുത്, അത് തെറ്റാണ്. അപ്പോൾ നമുക്ക് വഖഫ് ചെയ്തുകൊണ്ട് തന്നെ ഓതിപ്പോകാം, ഓതാം. എല്ലാം ശ്രദ്ധിക്കൂ. അല്ലദീ ഖലഖ ഫസവ്വ. മൂന്നാമത്തെ ആയത്തിൽ ഖദ്ദറ എന്ന പദം പ്രത്യേകം ശ്രദ്ധിക്കുക. ഖലഖ നമ്മൾ രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ ഖദ്ദറ. ഇതിൽ ഖാഫിന് തഫ്ഖീം വേണം, റായിനും തഫ്ഖീം വേണം. ഖദ്ദറ എന്ന ഇപ്പോൾ ഖദ്ദറ, ഖദ്ദറ. ഫഹദ, ഫഹദ. ഓതി നോക്കൂ. വല്ലദീ ഖദ്ദറ ഫഹദ. അടുത്ത ആയത്തിൽ വല്ലദീ അഖ്റജ എന്ന ദീർഘം മുൻഫസിലാണ്. മദ് മുൻഫസിൽ ജായിസ് എന്നാണ് അതിൻ്റെ പേര്. അത് ജായിസ് മാത്രമാണ്, നീട്ടുകയും നീട്ടാതിരിക്കുകയും ചെയ്യാം. നമുക്ക് ഏതായാലും നീട്ടിക്കൊണ്ട് ഓതിപ്പോകാം. പക്ഷെ അതിൻ്റെ ഹുക്മ് ജായിസ് ആകുന്നു. ദീർഘം നൽകുകയും നൽകാതിരിക്കുകയും ചെയ്യാൻ അനുവാദമുണ്ട്. വല്ലദീ അഖ്റജൽ മർഅ എന്ന് നീട്ടാതെ ഓതാം. നമുക്ക് ദീർഘം നൽകിക്കൊണ്ട് ഓതാം. വല്ലദീ. നാലോ അഞ്ചോ ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ ജായിസാണ്. വല്ലദീ അഖ്റജൽ മർഅ. അടുത്ത വചനത്തിലെ ഗുസാഅൻ എന്ന ദീർഘം നിർബന്ധമായും നൽകണം. അതും നാലോ അഞ്ചോ ഹർക്കത്തിന്റെ അളവിൽ നീട്ടൽ നിർബന്ധമാണ്. മദ് മുത്തസിൽ വാജിബ് എന്നാണ് പറയുക. ഗുസാഅൻ എന്ന തൻവീനിനെ അല്പം പോലും മണിക്കരുത്. ഇൽഹാർ ഹൽഖി നൽകിക്കൊണ്ട് മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കുക. ഫജഅലഹു ഗുസാഅൻ അഹ്വ. അടുത്ത വചനത്തിലെ ഖാഫിന്റെ സുക്കൂൻ ഖൽഖലത്ത് നൽകുക. ഫല തൻസ അവിടെ മണിച്ചുകൊണ്ട് അവ്യക്തമാക്കുക. ഇഖ്ഫ എന്നതാണ് നിയമം. തൻസ എന്ന് വഖഫ് ചെയ്യുമ്പോൾ ആ ദീർഘം നൽകാൻ പാടില്ല. അവിടെ മദ് എഴുതിയിട്ടുണ്ട് ഖുർആനിൽ. അത്
അടുത്ത ആയത്തിനോട് ചേർത്ത് ഓതുകയാണെങ്കിൽ മാത്രമേ നൽകാൻ പാടുള്ളൂ. ഫലാ തൻസ ഇല്ല മാഷാ അല്ലാഹ്. അവിടെ മദ് മുൻഫസിൽ ജായിസാണ്. ദീർഘം നൽകുകയും നൽകാതിരിക്കുകയും ചെയ്യാവുന്ന അനുവാദമുള്ള ദീർഘമാണ്. നേരത്തെ പറഞ്ഞതുപോലെ വഖഫിൽ ഒരു കാരണവശാലും ആ ദീർഘം നൽകരുത്. സനുഖരിഉക ഫലാ തൻസ. അടുത്ത വചനത്തിൽ മാഷാ എന്ന മുത്തസിൽ വാജിബ് നിർബന്ധമായും ദീർഘിപ്പിക്കുക. യഅലമു അൽ ജഹ്റ വമാ യഖ്ഫ, ഈ സുക്കൂനുകളെ ശ്രദ്ധിക്കുക. ജഹ്റ യഖ്ഫ എന്ന് സുക്കൂനിന് ഹർക്കത്ത് പോലെ ചലനം വരരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓതാം. ഇല്ലാ മാഷാ അല്ലാഹ്. ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫ. അടുത്ത വചനത്തിലെ 2 റാവും തഫ്ഖീമോട് കൂടി ഉച്ചരിക്കുക. വനുയസ്സിറൂക ലിൽ യുസ്റാ. റു റാ, ഈ 2 റാവും വലുതാക്കി തഫ്ഖീമോട് കൂടി പെരുപ്പിച്ചുച്ചരിക്കണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കൂ. വനുയസ്സിറൂക ലിൽ യുസ്റാ. അടുത്ത വചനത്തിലെ റാ തർക്കീഖിൻ്റെതാണ്. ഫദക്കീർ എന്ന റാ തർക്കീഖ് ചെയ്യണം, നേർപ്പിച്ചുച്ചരിക്കുക. ഫദക്കീർ ഹുക്മ് നാം പഠിച്ചു കഴിഞ്ഞതാണ്. സുക്കൂൻ ഉള്ള റാ തൊട്ടു മുമ്പിൽ കസ്ർ വന്നു. ഇന്നഫഅതി ദിക്റ, ആ റായിനെ തഫ്ഖീം ചെയ്യുക, പെരുപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കുകയാണ് വേണ്ടത്. ഫദക്കിർ ഇന്നഫഅതി ദിക്റ. അടുത്ത വചനത്തിലെ റാ തഫ്ഖീം ചെയ്യുകയാണ് വേണ്ടത്. സയദക്കറു, റു എന്ന് വലുതാക്കി പറയണം. മൻ യഖ്ഷ ഇദ്ഗാം ബിഗുന്ന, മണിച്ചുകൊണ്ട് ലയിപ്പിച്ചുച്ചരിക്കുക. ആ നൂനിനെ യായിലേക്ക് ഭാഗികമായി ലയിപ്പിക്കുക. മൻ യഖ്ഷ. സയദക്കറു മൻ യഖ്ഷ. അടുത്തതിലെ വയതജന്ന, നൂൻ മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. വയതജന്നബുഹൽ അഷ്ഖാ. അടുത്ത വചനത്തിലും വസ്ലിന്റെ ഹംസ കൊണ്ട് തുടങ്ങുന്നു. ചേർത്ത് വായിക്കുകയാണെങ്കിൽ ആ ഹംസയെ ഒഴിവാക്കണം. ويتجنبها الأشقى الذي يصلى النار الكبرى. الأشقى الذي, അങ്ങനെയാണ് കൂട്ടി ഓതേണ്ടത്. നമുക്ക് മുറിച്ച് തന്നെ വായിക്കാം. الذي يصلى النار الكبرى. അടുത്ത ആയത്തിലെ മീമിനെ മണിക്കുക, ശ്രദ്ധിക്കുക. ثم لا يموت فيها ولا يحيا. അടുത്ത വചനത്തിലെ ദാല് ഖൽഖലത്ത് നൽകണം. ഖദ്, എന്നാൽ അഫ്ലഹ ഫായിന് ആ ചലനം വരരുത്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഖുത്ബു ജദ് ഖാഫ് ത ബ ജീം ദാൽ എന്ന ഖൽഖലത്തിന്റെ 5 അക്ഷരങ്ങൾക്ക് മാത്രമേ സുക്കൂൻ വരുമ്പോൾ ഹർക്കത്ത് പോലെ ചലിപ്പിക്കാൻ പാടുള്ളൂ. മറ്റ് അക്ഷരങ്ങൾക്കൊന്നും തന്നെ അങ്ങനെ ചലനം വരാൻ പാടില്ല. ഖദ് അഫ്ലഹ മൻ തസക്ക. അടുത്ത വചനത്തിലെ റാ തഫ്ഖീം ചെയ്യുക. وذكر اسم ربه فصلى.
സുക്കൂൻ വരുമ്പോൾ ഹറക്കത്ത് പോലെ ചലിപ്പിക്കാൻ പാടുള്ളൂ. മറ്റ് അക്ഷരങ്ങൾക്കൊന്നും തന്നെ അങ്ങനെ ചലനം വരാൻ പാടില്ല. ഖദ് അഫ്ലഹ മൻ തസക്ക. അടുത്ത വചനത്തിലെ റാ തഫ്ഖീം ചെയ്യുക. وذكر اسم ربه فصلى. അടുത്ത ആയത്തിലെ റാ തഫ്ഖീം ചെയ്യുക. അൽ ഹയാത്തദ് ദുനിയ, അനൂന് വെളിവാക്കണം, ഒരു കാരണവശാലും മണിച്ചു പോകരുത്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ. അടുത്ത ആയത്തിൽ ഖൈറുൻ വ ഇദ്ഗാം ബിഗുന്ന. വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ. അടുത്ത വചനത്തിലെ നൂനിനെ മണിക്കുക. ഇന്ന ഹാദാ ലഫി സ്സുഹുഫിൽ ഊലാ. സുഹുഫി എന്ന പദം എല്ലാവരും ശ്രദ്ധിക്കുക. സുഹ്ഫി എന്ന് ഹായിന് സുക്കൂനായി പോവാറുണ്ട് പല ആളുകൾക്കും, അങ്ങനെ വരരുത്. ഇന്ന ഹാദാ ലഫി സ്സുഹുഫിൽ ഊലാ. സുഹുഫി ഇബ്രാഹീമ വ മൂസാ.